Good morning, children. How are you all? Did you all have your breakfast? Okay. Did you write your class test well? Already we finished 6 lessons. Now we are starting new lesson. Okay. Proper noun, common noun, and collective noun. Lesson 7. That is proper noun, common noun, and collective noun. Okay. Let's see what is in this lesson. നിങ്ങൾ ക്ലാസ് 2 എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. എല്ലാവരും ലിസൺ ചെയ്യണം കേട്ടോ. വി നോ ദാറ്റ് എ നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. നൗൺ എന്ന് പറയുന്നത് നെയിമിംഗ് വേർഡാണ്. എന്തിൻ്റെങ്കിലും പേരിനാണ് നൗൺ എന്ന് പറയുന്നത്. ഇറ്റ് വുഡ് ബി ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ, ബേർഡ്, ഫ്രൂട്ട്, വെജിറ്റബിൾ ഓർ തിങ്. ചിലപ്പോൾ മനുഷ്യരുടെ പേരാകാം, സ്ഥലത്തിൻ്റെ ആകാം, മൃഗങ്ങളുടെ ആകാം, പക്ഷികളുടെ ആകാം, പഴങ്ങളുടെ ആകാം, വെജിറ്റബിൾസിൻ്റെ ആകാം, ആ സാധനങ്ങളുടെ ആകാം. എന്തിൻ്റെങ്കിലും പേരിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. വി ഹാവ് ഓൾസോ ലേൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോപ്പർ ആൻഡ് കോമൺ നൗൺസ്. വൈൽ എ കോമൺ നൗൺ ഈസ് ജനറൽ ഇൻ നേച്ചർ ആൻഡ് റെഫേഴ്സ് ടു തിങ്സ് ഓഫ് ദ സെയിം കൈൻഡ്. എ പ്രോപ്പർ നൗൺ ഈസ് സ്പെസിഫിക് ഇൻ നേച്ചർ ആൻഡ് റെഫേഴ്സ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്. കോമൺ നൗൺ എന്ന് പറയുന്നതാണ്, കോമൺ നൗൺ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ വസ്തുക്കളുടെയൊക്കെ പൊതുവായൊരു നാമമാണെന്ത്, പൊതുവായൊരു പേരാണ് കോമൺ നൗൺ. പൊതുവായിട്ട് നമ്മൾ പറയാം കോമൺ നൗൺ എന്ന് പറയാം. കോമൺ നൗൺ രാജാക്കന്മാർക്കെല്ലാം നമ്മൾ കിങ് എന്ന് പറയും, രാജാവ്. അല്ലെങ്കിൽ പട്ടികൾക്കെല്ലാം ഡോഗ് എന്ന് പറയും, നദികൾക്ക് റിവർ എന്ന് നമ്മൾ പറയും, മലകൾക്ക് മൗണ്ടൻ എന്ന് പറയും, പിന്നെ സ്വന്തക്കാർക്ക് റിലേറ്റീവ്സ് എന്ന് പറയും, സിസ്റ്റർ, ഫോറസ്റ്റ്, എക്സ്ട്രാ. ഇതെല്ലാം കോമൺ നൗണാണ്. കാടിന് നമ്മൾ പ്രത്യേകം ഒരു പേര് ചൊല്ലി വിളിച്ചാൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ. നമ്മളിങ്ങനെ പൊതുവായിട്ട് പറയുന്നതിൽ ഇതെന്താണ്, കോമൺ നൗണാണ്. ഓക്കെ. ഏതാണ് ദെൻ പ്രോപ്പർ നൗൺ എന്താണ്? പ്രോപ്പർ നൗൺ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയൊക്കെ പേരാണെന്ത്, പ്രോപ്പർ നൗൺ. എക്സാമ്പിൾ എന്ന് ജോസഫ്, നാരായണൻ, മുഹമ്മദ്, ഇന്ത്യ, ഡൽഹി, എവറസ്റ്റ്, ദെൻ കൽക്കട്ട, ഇരിട്ടി, കടത്തുംകടവ്. ഇതെല്ലാം ഏതാണ്, പ്രോപ്പർ നൗണാണ്. ഇതൊക്കെ ഏതാണ്, പ്രോപ്പർ നൗൺ. ഓക്കെ. ഗേൾ ഈസ് എ കോമൺ നൗൺ ആസ് ഇറ്റ് ഈസ് ജനറൽ ആൻഡ് കുഡ് റെഫർ ടു എനി ഗേൾ. ഗേൾ എന്ന് പറയുന്നത് കോമൺ നൗൺ. പെൺകുട്ടികൾക്കും ഗേൾ എന്ന് പറയും, സാധാരണ കോമൺ നൗണാണ്. പക്ഷെ നമ്മൾ പേര് ചൊല്ലി വിളിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അത് പ്രോപ്പർ നൗൺ ആകും. ഒരാളെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ പേര് ചൊല്ലി വിളിക്കുകയാണ്. റീത്ത. റീത്ത ഈസ് എ പ്രോപ്പർ നൗൺ ആസ് ഇറ്റ് റെഫേഴ്സ് ടു എ പർട്ടിക്കുലർ ഗേൾ. ഒരു പ്രത്യേക ഗേളിനെ വിളിച്ചിട്ട് സ്പെഷ്യൽ ഗേളിനെ വിളിക്കുകയാണ് റീത്ത. അത് പ്രോപ്പർ നൗണാണ്. മൊത്തത്തിൽ നമ്മൾ പൊതുവായിട്ടൊന്നും ഗേൾസ് എന്ന് പറയും, ഗേൾ എന്ന് പറയും. പൊതുവായി അല്ല, പിന്നെ ഗേൾ എന്ന് പറയും. പക്ഷെ നമ്മളൊരു പെൺകുട്ടിയുടെ പേര് ചൊല്ലി വിളിച്ചാൽ അത് പ്രോപ്പർ നൗണാണ്. ഓക്കെ. Let us now learn about different type of noun. The collective noun. As the name suggests, a collective noun is the name of a collection or group of persons, animal or things of the same kind. Collective noun എന്ന് പറഞ്ഞാൽ, okay, in other words, a collective noun is a noun which describes a group of things or persons as a single unit. ഫാമിലി ആൻഡ് ബഞ്ച് ആർ എക്സാമ്പിൾസ് ഓഫ് കളക്റ്റീവ് നോൺ. കളക്റ്റീവ് നോൺ എന്ന് പറഞ്ഞാൽ മക്കളെ, കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വ്യക്തികളെയോ ഒന്ന് വസ്തുക്കളെയോ സൂചിപ്പിക്കുന്ന നാമമാണെന്ത്, കളക്റ്റീവ് നോൺ എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ പറയാം, ക്രൗഡ്, ഒരു കുറേ പേരില്ല, ആൾക്കൂട്ടം, അത് കളക്റ്റീവ് നോണാണ്. ഇനി ഫാമിലി, അതൊരു കളക്റ്റീവ് ആണ്. എല്ലാവരും ഒന്നായിട്ട് ഒരു ആൾ, ഒരുപാട് ജനങ്ങൾ ഒന്നിച്ചാൽ ക്രൗഡ് എന്ന് പറയാം. ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പറയുക, സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയണ ക്രൗഡ്. ഇനി എന്താണ് ഫാമിലി? ഫാമിലി അച്ഛനും അമ്മ മക്കളെല്ലാം ഉണ്ട്, ഒന്നിച്ച് നമ്മൾ പറയുമ്പോൾ ഫാമിലി അല്ലെ കുടുംബം എന്ന് പറയും. ആർമി, പട്ടാളം, പട്ടാളത്തിൽ ഒത്തിരി പേരില്ലേ. സൈന്യം എന്ന് പറയുന്നത് ആർമി, സൈന്യം, ആർമി. ആർമി എന്ന് പറഞ്ഞാൽ കുറേ പേര് ഒന്നിച്ചിരിക്കുന്നവരോ മൊത്തത്തിൽ നമ്മളെന്ന് പറയും പട്ടാളം എന്ന് പറയും, ആർമി എന്ന് പറയും. മൊത്തത്തിൽ നമ്മളെന്ത് പറയും, ആർമി എന്ന് പറയും. അതുപോലെ മൃഗങ്ങളുടെ ഒരു കൂട്ടം നമ്മളെന്ത് പറയുക, HERD, ഹേർഡ് എന്ന് പറയും. പിന്നെ അങ്ങനെ. പിന്നെ ഫ്ലോക്ക്, FLOCK, ഫ്ലോക്ക്, ഒരു പറ്റം ആടുകൾ, ഒരു പറ്റം കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നമ്മൾ പറയുക, എല്ലാം കൂടെ കൂട്ടി ഒരു ഗ്രൂപ്പായിട്ട് പറയുന്നു. അതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതാണ് എന്ത്, കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ?
Okay, see, army, flock, fleet, class and school are all collective nouns. Look at the following sentence. My son stared in wonder at the fleet of ships. എൻ്റെ മോന് അതിശയത്തോടുകൂടി തുറിച്ചു നോക്കുകയാണ് കടലിലേക്ക്. എന്താണ്? ഒരു പറ്റം കപ്പലുകൾ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോകുന്നു, ഒഴുകി നടക്കുന്നു. വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കപ്പലിങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ കപ്പൽപ്പട. കുറേ കപ്പലുകൾ ഒന്നിച്ചിങ്ങനെ കടലിൽ കൂടെ ഇങ്ങനെ പോകുന്നു. എൻ്റെ മോനത് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്, തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം. ഇൻ ദ അബോവ് സെൻറ്റൻസ്, മുകളിൽ കാണുന്ന സെൻറ്റൻസിൽ ഫ്ലീറ്റ് ഈസ് ദ കളക്റ്റീവ് നൗൺ ആൻഡ് ഷിപ്പ് ഈസ് ദ കോമൺ നൗൺ. ഇതിൽ ഫ്ലീറ്റ് എന്ന് പറയുന്നത് എന്താണ്? കളക്റ്റീവ് നൗണാണ്. കാരണം കുറേ ഉണ്ട്, എല്ലാം കൂടെ ഒന്നിച്ച് പറയാണ്. കുറേ എണ്ണത്തിന് ഒന്നിച്ച് നമ്മൾ പറയാണ്, അത് കളക്റ്റീവ് നൗൺ. ആൻഡ് ഷിപ്പ് ഈസ് എ കോമൺ നൗൺ. കപ്പലുകൾക്ക് മൊത്തത്തിൽ നമ്മളെന്ന് പറയും? ഷിപ്പ് എന്ന് പറയും. ഷിപ്പുകൾക്ക് മൊത്തം ഷിപ്പ് എന്ന് നമ്മൾ പറയും അല്ലേ? അതുകൊണ്ടത് എന്താണ്? പണ്ട് ടൈറ്റാനിക് മുങ്ങി, ടൈറ്റാനിക് കപ്പൽ, ടൈറ്റാനിക് എന്ന പേര് പറഞ്ഞത് പ്രോപ്പർ നൗണ്. ഓക്കെ, പേര് ചൊല്ലി വിളിച്ചത് പ്രോപ്പർ നൗണാണ്. മൊത്തത്തിൽ കപ്പൽ എന്ന് പറഞ്ഞത് കോമൺ നൗണ്, പൊതുവായി പറയുന്നൊരു പേരാണ്. സം കളക്റ്റീവ് നൗൺസ് ആർ യൂസ്ഡ് ഫോർ മോർ ദാൻ വൺ കോമൺ നൗൺ. ഫോർ എക്സാമ്പിൾ, വി സേ എ ഹെഡ് ഓഫ് കൗസ് ആസ് വെൽ ആസ് എ ഹെഡ് ഓഫ് എലിഫൻസ്. മക്കൾ നോക്കിയേ, സം കളക്റ്റീവ് നൗൺസ് ആർ യൂസ്ഡ് ഫോർ മോർ ദാൻ വൺ കോമൺ നൗൺ. പിന്നെ ചില കളക്റ്റീവ് നൗണിൽ അതിൽ ഒന്നിൽ കൂടുതൽ കോമൺ നൗൺ കാണും, പക്ഷേ കളക്റ്റീവ് നൗൺ സെയിം തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, വി സേ ഹെഡ് ഓഫ് കൗസ് ആസ് വെൽ ആസ് എ ഹെഡ് ഓഫ് എലിഫൻസ് എന്ന് പറഞ്ഞാൽ ദ കളക്റ്റീവ് നൗൺ ഇസ് ഹേർഡ് ഇൻ ബോത്ത് ദ കേസ് ബട്ട് ദ കോമൺ നൗൺ ഡിഫേഴ്സ്. കൗസ് ആൻഡ് എലിഫൻസ്, കോമൺ നൗൺ മാറിപ്പോയി, പക്ഷേ കളക്റ്റീവ് നൗൺ ഹേർഡ് എന്നുള്ള സെയിം വേർഡ്, പക്ഷേ കോമൺ നൗൺ കൗസ് ഓർ എലിഫൻസ്. മക്കളെ, എ കളക്റ്റീവ് നൗൺ ക്യാൻ സംടൈംസ് ബി യൂസ്ഡ് എലോൺ. കളക്റ്റീവ് നൗൺ തന്നെ പറയാം, കോമൺ നൗൺ ഇല്ലാതെ നമുക്ക് ഇവിടെ തന്നെ പറയാം. വിത്തൗട്ട് ദ കോമൺ നൗൺ ഇറ്റ് ഡിസ്ക്രൈബ്സ്. കോമൺ നൗൺ ഇല്ലാതെ കളക്റ്റീവ് നൗൺ തന്നെ നമുക്ക് പറയാം. നോക്കാം, എക്സാമ്പിൾ നോക്കി. ദ ക്രൗഡ് റഷ്ഡ് ഇൻ ത്രൂ ദ ഓപ്പൺ ഗേറ്റ്. ആൾക്കൂട്ടം എന്തായി? തുറന്നിരിക്കുന്ന ഗേറ്റിലൂടെ അകത്തേക്ക് റഷ് ചെയ്ത് കയറിയെന്ന്. ദ ക്രൗഡ് റഷ്ഡ് ഇൻ ത്രൂ ദ ഓപ്പൺ ഗേറ്റ്. ഓക്കെ, ടേക്ക് നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 28. മക്കളെ എടുത്തോ എല്ലാവരും? പേജ് നമ്പർ 28 എടുത്തോ? ചെറിയൊരു എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഗിവൺ ബിലോ ആർ എ ഫ്യൂ കളക്റ്റീവ് നൗൺസ് എലോങ് വിത്ത് എ കോമൺ നൗൺ. ദേ ആർ യൂഷ്വലി യൂസ്ഡ് ടു ഡിസ്ക്രൈബ്. സി, കുറച്ച് കളക്റ്റീവ് നൗൺ താഴെ കൊടുത്തിട്ടുണ്ട്, എലോങ് വിത്ത് കോമൺ നൗൺ. കോമൺ നൗണും അതിൻ്റെ കൂട്ടത്തിൽ കോമൺ നൗണും കൊടുത്തിട്ടുണ്ടെന്ന്. എ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു പറ്റം മീനുകൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം മീനുകൾ, ഒരു കൂട്ടം മീനുകൾ. എ ഗേഗിൾ ഓഫ് ഗീസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഹംസങ്ങൾ, ഹംസം. ഗൂസ്, ഗീസ്. ഓക്കെ, എ സ്ട്രിങ് ഓഫ് പേർഡ്സ്. സ്ട്രിങ് ഓഫ് പേർഡ്സ് പറഞ്ഞാൽ മുത്തുമാല, ഒരു മുത്തുമാല. അല്ലെങ്കിൽ ഇങ്ങനെ ചില ചെടികളൊക്കെ ഇങ്ങനെ, അതും സ്ട്രിങ് ഓഫ് പേർഡ്സ് എന്ന് പറയാം. നമുക്കിങ്ങനെ ചില ചെടി ചട്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, വള്ളി പോലെ തൂക്കിടക്കും, നിറച്ച് ഇലകളൊക്കെ ആയിട്ടൊക്കെ തൂക്കിടക്കും, അത് സ്ട്രിങ് ഓഫ് പേർഡ്സ് എന്ന് പറയാം. പക്ഷെ ഇവിടെ മുത്തുമാല എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, മുത്തുമാല. ചാട്ടിക്കോത്ത് മുത്തുമാല ഇങ്ങനെ പേളിങ് മാല, മാല, പക്ഷെ ഒത്തിരി പേൾസ് ഉണ്ട് അതിൽ. ഇത് എ സ്ട്രിങ് ഓഫ് പേൾസ്. എ പാക്ക് ഓഫ് കാർഡ്സ്. ഒരു പായ്ക്ക് ഒരു കൂട്ടം കാർഡ്സുകൾ. എ പാക്ക് ഓഫ് കാർഡ്സ്. ഒരു കെട്ട് കാർഡെന്നും പറയും, ഒരു കെട്ട് കാർഡ്സ്. ദെൻ എ സ്കൂൾ ഓഫ് ഹിപ്പോപ്പൊട്ടാമി. ഹിപ്പോപ്പൊട്ടാമസ് അതിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ്, എ സ്കൂൾ ഹിപ്പോപ്പൊട്ടാമസിന് ഒരു പറ്റം, ഒരു കൂട്ടം ഹിപ്പോപ്പൊട്ടാമസ്. വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാൻ പറ്റും. പിന്നെ അതിന് കാലുകൾക്ക് നല്ല ഉയരക്കുറവുണ്ട്, നല്ല പരന്ന് തടിച്ച് ഇച്ചിരി പൊക്കമൊക്കെ കുറഞ്ഞ് നല്ല കൊഴുത്ത് നല്ല ഇതായിട്ടിരിക്കുന്ന ഒരു മൃഗമാണ് എന്താ? ഹിപ്പോപ്പൊട്ടാമസ്. എരുമയില്ല, നമ്മുടെ എരുമയുടെ അത്രയും പൊക്കമില്ല, എരുമയെ കഴിഞ്ഞും പൊക്കക്കുറവുണ്ട്, പക്ഷേ എരുമയെ കഴിഞ്ഞൊക്കെ നല്ല എനർജറ്റിക്കാണ് ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ കാണാനില്ല, പക്ഷേ സൂവിലുണ്ട്. കാഴ്ച ബംഗ്ലാവിൽ പോയാൽ നമുക്കതിനെ കാണാൻ പറ്റും. സൂ, കാഴ്ച ബംഗ്ലാവ്. എ ഗ്യാങ് ഓഫ് തീവ്സ്.
കള്ളന്മാരുടെ ഒരു ഗ്രൂപ്പ്, കൂട്ടം, കള്ളന്മാരുടെ കൂട്ടം, പിടിച്ചുപറിക്കാരിലെ കള്ളന്മാരുടെ കൂട്ടം. എ ബഞ്ച് ഓഫ് കീസ്, ഒരു കൂട്ടം എന്താണ്, ബഞ്ച് ഓഫ് കീസ് പറഞ്ഞതാണ് ഒരു കൂട്ടം താക്കോലുകൾ. ദെൻ എ പാക്ക് ഓഫ് വൂൾസ്, എ പാക്ക് ഓഫ് വൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ചെന്നായിക്കൂട്ടം, ചെന്നായിക്കൂട്ടം. അതിൽ പാക്ക് എന്ന് പറഞ്ഞാൽ കളക്റ്റീവ്, വൂൾസ് എന്ന് പറയുന്നതാണ് കോമൺ നൗൺ. നമ്മളിവിടെ ആദ്യമേ തന്നെ പഠിച്ചു കളക്റ്റീവ് നോൺ 2 എക്സാമ്പിൾ, ഫാമിലി ആൻഡ് ബഞ്ച് ആർ എക്സാമ്പിൾസ് ഓഫ് കളക്റ്റീവ് നോൺ. മക്കളെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം, കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളെല്ലാവരും കൂടി എല്ലാവരും കൂടി ഒരു യൂണിറ്റായിട്ട്, ഒരു സിംഗിൾ യൂണിറ്റായിട്ട് പറയുന്ന ഫാമിലി എന്ന്. പിന്നെ ബഞ്ച്, BUNCH, ബഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പറയാം ബെഞ്ചല്ല ബഞ്ച്, ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുല മുന്തിരി. ഒരു കുല മുന്തിരി എന്ന് പറഞ്ഞാൽ ആ കുലയിൽ കുറേ എണ്ണം ഉണ്ടല്ലേ, കുറേ ഇല്ലേ. ബഞ്ച്, എ ബഞ്ച് ഓഫ്, ഒരു മുന്തിരിക്കൊല. പിന്നെ എ ബഞ്ച് ഓഫ് ബനാന, എ ബഞ്ച് ഓഫ് ബനാന എന്ന് പറഞ്ഞാൽ ഒരു പടല പഴം, ഒരു പടല വാഴപ്പഴം. എ ബഞ്ച് ഓഫ് ബനാന എന്ന് പറഞ്ഞാൽ ഒരു പടല വാഴപ്പഴം എന്ന് പറഞ്ഞാൽ ഈ മുഴുവനും കൂടി ഒന്നിച്ച് പറയും, ഒരു പടല എന്ന് പറയും. ഇതിലുള്ള എല്ലാ പഴങ്ങളെ കൂട്ടി ഒന്നിച്ച് നമ്മൾ പറയുന്നു. ബഞ്ച് ഓഫ് ബനാന, ബനാന എന്നുള്ളത് കോമൺ നൗണും ബഞ്ച് എന്നുള്ളത് എന്താണ്, കളക്റ്റീവ് നൗണുമാണ്. ഇതെല്ലാം കൂടെ കൂട്ടി ആ പടലെ ഒന്നിച്ച് കൂട്ടി നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് ഒന്നിച്ച് പറയുകയാണ്, അത് കളക്റ്റീവ് നൗണ്. പിന്നെ അത് കോമൺ നൗൺ ഏതാണ്, ബനാന. നിങ്ങൾക്ക് മനസ്സിലായി? ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കാൻ. നിങ്ങൾ വായിച്ച് നോക്കണം, നന്നായിട്ട് വായിച്ച് നോക്കണം കേട്ടോ. പിന്നെ മിസ് ഇത് വായിച്ച് നോക്കാം. അടുത്ത ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെ എക്സസൈസൊക്കെ തരുന്നതായിരിക്കും മിസ്സ്. പ്രോപ്പർ നൗൺ, കോമൺ നൗണിൻ്റെ ഒക്കെ എക്സസൈസുകളൊക്കെ നന്നായിട്ട് തരുന്നതായിരിക്കും നിങ്ങൾക്ക്. കോമൺ നൗൺ എന്താണ്, പ്രോപ്പർ നൗൺ എന്താണ്, കളക്റ്റീവ് നൗൺ എന്ന 3 തരത്തിലുള്ള നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റോപ്പ് ഹിയർ. മസ്റ്റ് റീഡ് വെൽ. ഓക്കെ, എന്താണ് കോമൺ നൗൺ, എന്താണ് പ്രോപ്പർ നൗൺ, എന്താണ് കളക്റ്റീവ് നൗൺ എന്ന് നിങ്ങൾ നോക്കി പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഹാവ് എ ഗുഡ് ഡേ for all of you. Okay.